ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപേ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി, വെങ്ങാനൂർ, കുന്നത്തുതൂർ, മല്ലപ്പള്ളി. ശരിയുത്തരം നെടുമ്പാശ്ശേരി. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദിവാസികളും പാവപ്പെട്ട കർഷകരും വനസത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? മണിപ്പൂർ, കേരളം, ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്. ശരിയുത്തരം ആന്ധ്രാപ്രദേശ്. ചോദ്യം: പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? കുന്തിപ്പുഴ, പെരിയാർ, ഭവാനിപ്പുഴ, പമ്പാനദി. ശരിയുത്തരം പെരിയാർ. കുളമാവ് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്. ശരിയുത്തരം ഇടുക്കി. രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ്. 2. ഏകദൈവ തത്വം പ്രചരിപ്പിക്കാനായി 1815 രാജാ റാം മോഹൻ റോയ് രൂപവൽക്കരിച്ച പ്രസ്ഥാനമാണ് ആത്മീയ സഭ. 3. ഇന്ത്യയിലെ ആദ്യ മിഷനറി സ്കൂൾ രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ചത് 1830-ലാണ്. 1 2 2 3 3 മാത്രം. 1 2 3. ശരിയുത്തരം 1 2 3. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, കരൾ, പീയൂഷ ഗ്രന്ഥി. ശരിയുത്തരം കരൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 അനുശാസിക്കുന്നത് എന്ത്? ഭരണഘടന പ്രാബല്യത്തിൽ വന്ന് 10 വർഷത്തിനുള്ളിൽ എല്ലാ കുട്ടികൾക്കും 14 വയസ്സുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സ്റ്റേറ്റ് പരിശ്രമിക്കണം. സാമൂഹികാനീതിയിൽ നിന്നും എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള ദുർബല വിഭാഗാവകാശം 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും ബാലവേലയ്ക്ക് നിയോഗിക്കരുത്. മനുഷ്യക്കടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള ശരിയുത്തരം 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും ബാലവേലയ്ക്ക് നിയോഗിക്കരുത്. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നാണ്. 2. കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരത്തിന് വഴിയൊരുക്കിയത് ഡച്ചുകാരാണ്. 3. ചവിട്ടു നാടകം എന്ന കലാരൂപത്തിന്റെ വികാസത്തിന് കാരണം പോർച്ചുഗീസുകാരാണ്. 1 2 1 1 1 2 3 2 3. ശരിയുത്തരം 1 3. ശരിയായ ജോഡി തിരിച്ചറിയുക. 1 അനുച്ഛേദം 108 മണിബിൽ, 2 അനുച്ഛേദം 110 വാർഷിക സാമ്പത്തിക പ്രസ്താവന, 3 അനുച്ഛേദം 112 സംയുക്ത സമ്മേളനം. 1 മാത്രം, 2 3 2 എല്ലാം തെറ്റ്. ശരിയുത്തരം എല്ലാം തെറ്റ്. ഒന്നും 2 3 4 1 3 2 4. ശരിയുത്തരം 1 2. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ വകുപ്പ്? ആർട്ടിക്കിൾ 36 മുതൽ 51, ആർട്ടിക്കിൾ 32 മുതൽ 51, ആർട്ടിക്കിൾ 41 മുതൽ ആർട്ടിക്കിൾ 33 മുതൽ 52.
ശരിയുത്തരം ആർട്ടിക്കിൾ 36 മുതൽ 51. വാഴത്തറ വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്, ആനന്ദതീർത്ഥൻ, പണ്ഡിറ്റ് കറുപ്പൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ശരിയുത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തന്നിരിക്കുന്നവയിൽ കാറ്റിന്റെ വേഗതയും ദിശയും തീരുമാനിക്കുന്നതിൽ ഘടകങ്ങൾ അല്ലാത്തത് ഏത്? കൊറിയോലിസ് പ്രഭാവം, മർദ്ദചെരിവ്, ഘർഷണം, കൊഹിഷൻ ബലം. ശരിയുത്തരം കൊഹിഷൻ ബലം. ഒന്നും രണ്ടും, രണ്ടും മൂന്നും, ഒന്നും ഒന്നും രണ്ടും മൂന്നും. ശരിയുത്തരം ഒന്നും രണ്ടും മൂന്നും. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 മഹത്തായ വിപ്ലവം, ക്വിറ്റ് ഇന്ത്യ സമരം, ജാലിയൻ വാല ബാഗ് സംഭവം. ഇതൊന്നുമല്ല. ശരിയുത്തരം 1857 മഹത്തായ വിപ്ലവം. 1921 ഏപ്രിലിൽ ആദ്യ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? കോഴിക്കോട്, കൊച്ചി, ഒറ്റപ്പാലം, മഞ്ചേരി. ശരിയുത്തരം ഒറ്റപ്പാലം. ജാതിക്കുമ്മി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, ടി.എസ്. തിരുമുമ്പി, കുമാരനാശാൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. ശരിയുത്തരം പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഓരോ സംസ്ഥാനത്തും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന വകുപ്പാണ് 14. 2. ഇന്ത്യയിലെ ആകെ ഹൈക്കോടതികളുടെ എണ്ണം 24 ആണ്. 3. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. 1 മാത്രം 1 2 2 3 1 2 3. ശരിയുത്തരം 1 മാത്രം. 1 2 3 4 2 3 1 2 1 മാത്രം. ശരിയുത്തരം 1 മാത്രം. ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 2. ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് 1993 സെപ്റ്റംബർ 21. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്നത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ഷീസ് അല്ലെങ്കിൽ ജഡ്ജി. 1 മാത്രം 1 2 3 മാത്രം 1 1. ശരിയുത്തരം 1 2 3. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം സമത്വത്തിനുള്ള അവകാശം ഇനി പറയുന്നവയിൽ ഏതാണ്? 1. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം. 2. നിയമത്തിന് മുന്നിൽ സമത്വം. 3. നിയമങ്ങളുടെ തുല്യ പരിരക്ഷ. 1 മാത്രം 1 2 2 3 1 2 3. ശരിയുത്തരം 2 3. പരവൂർ കായലിൽ പതിക്കുന്ന നദി. ഇത്തിക്കരയാർ, കുറ്റ്യാടിപ്പുഴ, മുതിരപ്പുഴ, ശിരുവാണി. ശരിയുത്തരം ഇത്തിക്കരയാർ. ചോദ്യം: കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്ന വർഷം ഏതാണ്? 1941, 1906, 1947, 1950. ശരിയുത്തരം 1941.
3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന, സരോജിനി നായിഡു. ശരിയുത്തരം ഡോക്ടർ BR അംബേദ്കർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ശരിയുത്തരം സിദ്ധു കാൻഹു. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പൊയ്കയിൽ യോഹന്നാൻ. ശരിയുത്തരം പൊയ്കയിൽ യോഹന്നാൻ. തന്നിരിക്കുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 1 C കൃഷ്ണൻ നായർ, 2 കുമാരനാശാൻ, 3 രാഘവ പൊതുവാൾ, 4 മന്നത്ത് പത്മനാഭൻ. 1 3 4 2 4 3 3 എല്ലാവരും. ശരിയുത്തരം 1 3. 1 3 2 3 1 2 1 2. ശരിയുത്തരം 1 3. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ശരിയുത്തരം ശ്രീനാരായണ ഗുരു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ? അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, ദണ്ഡി മാർച്ച്, നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ശരിയുത്തരം ദണ്ഡി മാർച്ച്. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.